ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മളെ ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പറയുന്നത് നമ്മൾ ബാത്റൂംസ് അല്ലെങ്കിൽ ഫ്ലോർ നമ്മൾ ടൈൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് അക്സസറീസ് ഉണ്ട്. സ്പേസർ, ലോക്ക്, വെഡ്ജസ്, അതേപോലെ കോർണർ ബീഡിങ്സ്, ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങളും നമ്മൾ എന്തിന് ഇത് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് അത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്പേസറിനെ കുറിച്ച് നോക്കാം. മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സ്പേസർ എക്സാക്ട്ലി നമ്മൾ സ്പേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പേസർ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ നമ്മൾ സ്പേസ് കൊടുക്കുമ്പോൾ തന്നെ ഈ ടൈല് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ അഡസീവ് പശ ഒട്ടുന്നതിന് മുൻപ് ഈ ടൈലിന്റെ ലോഡ് മുഴുവൻ എടുക്കുന്നത് ഈ സ്പേസറാണ്. അപ്പോൾ ഈ സ്പേസർ കുഞ്ഞൊരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ കൂടിയും ബ്രാൻഡഡ് കമ്പനികളുടെ പ്രത്യേകിച്ച് വെർജിൻ പ്ലാസ്റ്റിക്കിൽ വരുന്ന മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ സ്പേസർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിൽ രണ്ട് ക്വാളിറ്റി വരുന്നുണ്ട്. ലോ റീസൈക്കിൾഡ് ആയിട്ട് വരുന്ന ലോ ക്വാളിറ്റിയുള്ള സ്പേസർ വരുന്നുണ്ട്. വൺ ടൈം ആയിട്ട് വെർജിൻ പ്ലാസ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റിയിലുള്ള സ്പേസർ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹൈ ക്വാളിറ്റിയുള്ള സ്പേസറാണ്. ടെക്ഫാൻസ് പറഞ്ഞ കമ്പനിയുടെ സ്പേസറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ടെക്ഫാൻസ് കമ്പനിയുടെ തന്നെ ടൈൽ വെഡ്ജസും ആണ്. കാരണം അവർ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ് ടെക്ഫാൻസ് കമ്പനി. അപ്പോൾ ഇതിൻ്റെ എന്താ വെച്ചാൽ നമ്മൾ ലോ ക്വാളിറ്റിയുള്ള ഒരു സ്പേസറാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ലോഡ് ഇതിമേ വരുമ്പോൾ അത് ആ ലോഡ് എടുക്കാൻ കഴിയാതെ ഈ 3 mm എന്നുള്ളത് എന്ത് ചെയ്യും, അത് ചതഞ്ഞ് 2 mm വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടൈൽ എന്തായിരിക്കും, ഒരു സൈഡിലേക്ക് ഇൻക്ലൈൻഡ് ആവും. അതായത് ഒരു സൈഡിൽ 2 mm ഒരു സൈഡിൽ 3 mm ആവും. അപ്പോൾ അതിന്റെ ഭംഗിയെ ബാധിക്കും ചെയ്യും. ചിലപ്പോൾ ടൈല് പറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഹൈ ക്വാളിറ്റി ഉള്ള വെർജിൻ ആയിട്ടുള്ള സ്പേസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്ത രണ്ട് ടൂളാണ് വെഡ്ജസും ലോക്കും എന്ന് പറയുന്നത്. ഇതാണ് വെഡ്ജസ്, ഇതാണ് ലോക്ക്. ഈ നമ്മൾ ഈ ടൈൽ അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊന്തി നിൽക്കുന്ന ടൈലിനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോക്കും വെഡ്ജസും സിസ്റ്റം വെക്കുന്നത്. അതായത് ഈ രണ്ട് ടൈലിന്റെ അടിയിലായിരിക്കും ഈ ലോക്ക് ഉണ്ടായിരിക്കുക. നമ്മൾ ഇത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൊന്തി നിൽക്കുന്ന ടൈൽ എന്ത് ചെയ്യും, അത് പ്രസ് ആവും. ആ ടൈൽ ഗമ്മിനേറ്റ് മൊത്തത്തിൽ അതിനൊരു ബോണ്ട് കിട്ടും. നമുക്ക് ഒരേ ലെവലിലുള്ള ഫിനിഷിംഗ് കിട്ടും ചെയ്യും. അതിനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂളിന് പുറമെ തന്നെ ജാക്ക് എന്ന് പറഞ്ഞിട്ടും ട്വിസ്റ്റിംഗ് വെഡ്ജസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ പ്രൊഡക്ട്സുകളുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതിനെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നിലവിൽ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഒരു ടൂളാണ്. ഇതും പറഞ്ഞ പോലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ പശയുടെ ആ സെറ്റിംഗ് ടൈം കിട്ടുന്നത് വരെ ടൈലിനെ പിടിച്ചു നിർത്തുന്നത് സ്പേസറും അതേപോലെ ടൈലും ഈ ലോക്കും വെഡ്ജസും ആണ്. അപ്പൊ ഇതും ബ്രാൻഡഡ് കമ്പനികൾ ഉപയോഗിക്കുക. ഇതിൽ വെഡ്ജസ് പരമാവധി വീതി കൂടുന്ന മെറ്റീരിയൽ ഉപയോഗിക്കുക. കാരണം അതിൽ തന്നെ രണ്ട് ക്വാളിറ്റി വരുന്നുണ്ട്. വീതി കുറഞ്ഞിട്ടുള്ള യെല്ലോ കളർ ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്നുണ്ട്, വീതി കൂടിയിട്ടുള്ള വരുന്നുണ്ട്. ഇത് അറൗണ്ട് 1 ഇഞ്ച് ഉള്ളതാണ്. കാരണം നമുക്ക് എത്രത്തോളം വീതി കൂടുന്നോ അത്രത്തോളം അത്രയും പോർഷനിലുള്ള ആ ഒരു പ്രസ്സിങ് നമുക്ക് കിട്ടും. ഇത് വീതി കുറയുന്നതോറും അതിന് പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് പോകും, ഡാമേജ് ആവും, നമുക്ക് ഒരുപാട് നഷ്ടം വരും. അപ്പൊ എപ്പോഴും ഏറ്റവും വീതി കൂടിയുള്ള ലോക്കും ഏറ്റവും വീതി കൂടിയുള്ള വെഡ്ജസും ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ ഒരു പ്രോപ്പർ ഇൻസ്റ്റാളേഷന് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം. പിന്നെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ടൈൽ ബീഡിങ് നമുക്ക് PVC പ്ലാസ്റ്റിക്കിൽ വരുന്നുണ്ട്. അതേപോലെ SS 304 വരുന്നുണ്ട്. അതിൽ തന്നെ ഗോൾഡിങ് ഫിനിഷിംഗ് വരുന്നുണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്നത് ഒന്നത് നമ്മുടെ ബാത്റൂംസിന്റെ ഭംഗിയെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും, ഒരു പ്രത്യേക ഫീൽ നമുക്ക് കിട്ടും. സെക്കൻഡറി നമ്മൾ ടൈല് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൈയൊക്കെ കൊണ്ടിട്ട് അല്ലെങ്കിൽ തലയൊക്കെ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല, എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ബീഡിങ് ആകുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഷാർപ്പായിട്ടുള്ളതല്ല. സോ നമുക്ക് അങ്ങനത്തെ ഒരു ആക്സിഡന്റ് നമുക്കൊക്കെ ഈ ബീഡിങ് നമ്മളുടെ എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്യും. സോ മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന 3 ടൂൾസ് ആണ് സ്പേസർ, അതേപോലെ ടൈൽ ബീഡിങ്, പിന്നെ ലോക്കും വെഡ്ജസും. പിന്നുള്ളത് ഫ്ലോർ ട്രാപ്പ് ആണ്. അതിന്റെ ഇൻസ്റ്റാളേഷൻ ഫ്ലോർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലിംഗ് ഞാൻ ഫ്ലോർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി.